ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോഗ്രഫി ആണ്. ജോഗ്രഫിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് വാട്ടർ. അപ്പോ വാട്ടർ എന്ന് പറയുമ്പോൾ ഡെയിലി ലൈഫിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകമാണ് വെള്ളം. ഈ വെള്ളമില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും വെള്ളം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് മാത്രമല്ല മറ്റു ജീവികൾക്കും ജീവിതം പ്രയാസമാണ്. ഇനി വെള്ളത്തെ കുറിച്ച് പറയുമ്പോൾ ഡെയിലി ലൈഫിൽ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും എപ്പോഴും നമുക്ക് വെള്ളം വേണ്ടി വരും. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് വെള്ളം വേണ്ടി വരുന്നത്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ എപ്പോഴൊക്കെയാണ് വെള്ളം ഉപയോഗിക്കുന്നത്? രാവിലെ എണീറ്റു, ബ്രഷ് ചെയ്യണമെങ്കിൽ വെള്ളം വേണ്ടേ? വാഷ് ചെയ്യണമെങ്കിൽ വെള്ളം വേണ്ടേ? കുളിക്കണമെങ്കിൽ വെള്ളം വേണ്ടേ? വാഷ്റൂമിൽ പോകണമെങ്കിൽ വെള്ളം വേണ്ടേ? ഇനി നമുക്ക് കുടിക്കണ്ടേ? ദാഹിക്കുമ്പം വെള്ളം കുടിക്കണ്ടേ? ഓക്കെ, വോയിസ് ക്ലിയർ അല്ല. ഹലോ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് വന്നോ? സൗണ്ട് ഓക്കെ ആണല്ലോ? സൗണ്ട് കുറവൊന്നും ഇല്ലല്ലോ? ഓക്കെ ആണ്. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം. ഹായ് ഓൾ, എല്ലാവർക്കും ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടർ. ജോഗ്രഫിയിലെ പുതിയൊരു ചാപ്റ്റർ ആണ് വാട്ടർ. അപ്പോ നമുക്ക് വാട്ടർ ഇല്ലാണ്ട് ജീവിതം പറ്റില്ല. മനുഷ്യനെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പണന്റ് ആണ് വാട്ടർ. അപ്പോ ഈ വാട്ടർ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വേറെയും ചില കമ്പണന്റ്സ് ഉണ്ട് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? വെള്ളം കൂടാണ്ട് നമുക്ക് ജീവിക്കാൻ ഇതില്ലാണ്ട് പറ്റില്ല എന്നുള്ളത്. എയർ ഇല്ലാണ്ട് നമുക്ക് ജീവിതം പറ്റില്ല. നമുക്ക് ശ്വസിക്കണം, ഓക്സിജൻ വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം. ഇതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിലേ പ്രകാശ സംശ്ലേഷണം നടക്കൂ, എങ്കിലേ നമുക്കും ഫുഡ് കിട്ടും, അല്ലെ? ഇനി നമുക്ക് ഫുഡ്, ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. വൈറ്റമിൻസ് ഒക്കെ കുറഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾ വരും, പെട്ടെന്ന് നമ്മൾ മരിച്ചു പോകും. ഇനി നമുക്ക് മണ്ണ് വേണം, അല്ലെ? മണ്ണിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്, നമ്മൾ കാലുറപ്പിച്ച് നിൽക്കുന്നത് ഈ മണ്ണിലാണ്, ഈ ഭൂമിയിലാണ്. ഇത് വേണം, നമുക്ക് മണ്ണ് വേണം. മറ്റൊരെണ്ണം, നമുക്ക് വെള്ളമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി നല്ല വൃത്തിയുള്ള, നല്ല ശുദ്ധമായ, മലിനീകരിക്കപ്പെടാത്ത ഒരു പരിസ്ഥിതി നമുക്ക് വേണം. ഈ പരിസ്ഥിതി ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ളതാണ് ഒരു പാർപ്പിടം. നമുക്ക് മഞ്ഞ്, മഴ, വെയില് ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ നമുക്കൊരു പാർപ്പിടം വേണം. പിന്നെ വൃത്തിയുള്ള വസ്ത്രം നമുക്ക് വേണ്ടതാണ്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. ഈ ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി പഠിക്കുക, നല്ലൊരു ജോലി വാങ്ങിക്കുക. അപ്പൊ നമുക്ക് ഇതെല്ലാം കിട്ടും. ശമ്പളമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഈ ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. വെള്ളം, മണ്ണ് ഇതൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വരദാനമാണ്. ഇവിടെ തന്നെ വെള്ളമില്ലേ? നിങ്ങൾ എവിടെയൊക്കെയാണ് വെള്ളത്തിന്റെ സോഴ്സുകൾ കാണുന്നത്? ഓഷ്യനില് ഒരുപാട് വെള്ളങ്ങളുണ്ട്, അല്ലെ? ഇന്ത്യൻ മഹാസമുദ്രം, അല്ലെങ്കിൽ പസഫിക് ഓഷ്യൻ കേട്ടിട്ടില്ലേ? അറ്റ്ലാന്റിക് ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ആർട്ടിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ സമുദ്രം, പസഫിക് സമുദ്രം, അല്ലെ? ഇങ്ങനെ 5 ഓഷ്യൻസ് ആണ് നമുക്കുള്ളത്. ഇനി നമുക്ക് സീകളുണ്ട്, കടലുകളുണ്ട്. കടലുകളിലെ അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇങ്ങനെ കുറെ കടലുകൾ കാണാൻ സാധിക്കും. ഇത് കൂടാണ്ട് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എത്ര നദികളുണ്ട്? 44 നദികളുണ്ട്. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട്. ഈ നദികളിലെല്ലാം എന്തുണ്ട്? വെള്ളമുണ്ട്. ഇനി നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വെള്ളം കിട്ടുന്നുണ്ട്. അപ്പൊ ഈ വെള്ളം കിട്ടാൻ കാരണം ഒന്ന് മഴ തന്നെയാണ്. മഴ എന്ന് പറയുമ്പോഴും എന്താണ്? ഈ നദികളിലെ വെള്ളമൊക്കെ സൂര്യന്റെ ചൂടേറ്റ് ബാഷ്പമായി മേളിൽ പോയി അത് മേഘങ്ങളിലൂടെ താഴോട്ട് വരുന്നതാണ് മഴ. അപ്പൊ നമുക്ക് വെള്ളം കിട്ടുന്ന ഒരുപാട് സ്രോതസ്സുകളുണ്ട്, സോഴ്സുകളുണ്ട്. അതിലൊന്നാണ് ഓഷ്യൻ. രണ്ടാമത്തത് കടല്. പിന്നെ നമുക്ക് പോണ്ടുകൾ പറയാം, ചെറിയ ചെറിയ കുളങ്ങള്, വയലുകള്, ഇതൊക്കെ പറയാം. നദികൾ പറയാം, ലേക്ക് പറയാം, തടാകം, ശാസ്താംകോട്ട തടാകം, പൂക്കോട് ലേക്ക്, വെള്ളായണി ലേക്ക്, ഇത് കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മളുടെ റിവേഴ്സിനെ പറയാം, നദികൾ പറയാം. നമുക്ക് ഒത്തിരി നദികളുണ്ട്. കേരളത്തിൽ 44 നദികളാണ് ഉള്ളത്. അതിൽ ഏറ്റവും വലിയ നദി പെരിയാറാണ്. 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്രോതസ്സുകളുണ്ട്. പിന്നെ മഴയും നമ്മുടെ ഒരു സ്രോതസ്സാണ്. ഇതാണ് വാട്ടർ. നമുക്ക് വാട്ടർ എവിടുന്ന് കിട്ടുന്നു എന്ന് മനസ്സിലായി. വാട്ടർ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായോ? ഈ 2 കാര്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടിയോ? ഡാം,
44 ഉണ്ടേ ഒരെണ്ണം പറയാമോ? എത്ര വേണമെങ്കിലും പറയാലോ. നമുക്ക് 44 ഉള്ളത് ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ ഒക്കെ അടുത്തുള്ളത് പറഞ്ഞ ചാലക്കുടി പുഴയുണ്ട്, പിന്നെയോ ഭാരതപ്പുഴയുണ്ട്, പെരിയാറുണ്ട്, പമ്പാ നദിയുണ്ട്, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന പമ്പ. ഇനി കിഴക്കോട്ടൊഴുകുന്ന 3 നദികളുണ്ട്, കബനി ഭവാനി പാമ്പാർ. കബനി ഭവാനി പാമ്പാർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഓക്കെയാണ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അപ്പൊ വെള്ളം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് മനസ്സിലായി. നദികള്, സീ, ഓഷ്യൻ, പോണ്ട്. വെള്ളം വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പണന്റ് ആണ് എന്നും പിടികിട്ടി. അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫോർ സർവൈവൽ. നമുക്ക് വെള്ളം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ രാവിലെ എണീറ്റു, ബ്രഷ് ചെയ്യണമെങ്കിൽ വെള്ളം വേണം. ഇനി നമുക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ വെള്ളം വേണം. ടേക്ക് എ ബാത്ത് അല്ലെ, കുടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം വേണം. ഇനി നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണ്ടേ? അപ്പോ നമുക്ക് വെള്ളമില്ലാണ്ട് ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമുക്ക് എപ്പോഴും എന്ത് ആവശ്യമാണ്? വെള്ളം ആവശ്യമാണ്. ഇപ്പൊ ഒരാൾ പറയാണ് നാളെ മുതൽ വാട്ടർ ഉപയോഗിക്കത്തില്ല, നിർത്തുകയാണ്. അങ്ങനെ പറഞ്ഞാൽ ജീവിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ, ചോറ് വെക്കണമെങ്കിൽ വെള്ളം വേണം, ചായ ഉണ്ടാക്കണമെങ്കിൽ വെള്ളം വെക്കണം, ഫുഡ് കുക്കിംഗ് പ്രോസസ്സിൽ എപ്പോഴും നമുക്ക് വെള്ളം വേണ്ടി വരും, ക്ലീനിങ്ങിന് വെള്ളം വേണ്ടി വരും അല്ലെ. വെള്ളമില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. വെള്ളം നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസം വെള്ളം കുടിക്കാതിരുന്നാലോ നമ്മൾ ക്ഷീണിച്ച് തളർന്ന് അവിടെ വീഴും അല്ലെ. നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആയി നമ്മുടെ ബോഡി നമ്മൾ തളർന്ന് വീണു പോകും. ഇനി അപ്പൊ വാട്ടർ വളരെ എസെൻഷ്യൽ ആണെന്ന് മനസ്സിലായില്ലേ? വാട്ടറിന്റെ സോഴ്സുകൾ പിടികിട്ടിയില്ലേ? ഇനി വാട്ടർ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഹൈഡ്രജനും അന്തരീക്ഷത്തിൽ തന്നെയുള്ള ഓക്സിജനും കൂടി ചേരുന്നു, അപ്പോഴാണ് വെള്ളം ഉണ്ടാകുന്നത്. വെള്ളം എന്ന് വെച്ചാൽ H2O എന്നാണ് ഇതിന്റെ കെമിക്കൽ കോമ്പൗണ്ട്. വാട്ടർ എന്നാൽ H2O ആണ്. ഹൈഡ്രജനും ഓക്സിജനും ചേരുന്നതാണ് വെള്ളം. ക്ലിയർ ആണ്? അവ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേരുന്നതാണ് വെള്ളം. 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടുന്നു? വെള്ളം കിട്ടുന്നു. എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ആൻസർ ചെയ്യുക. ദ മെയിൻ സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ ഓൺ ദ എർത്ത് ഈസ് ഓപ്ഷൻ ഓഷ്യൻസ്, സീ, റെയിൻ ആൻഡ് ഗ്ലേഷ്യർസ്. ഹായ്, ക്ലാസ് നമ്മൾ ലേറ്റ് ആയിട്ടല്ലോ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ 6:45 വന്നു, നിങ്ങളൊന്നും കാണാത്തോണ്ട് ഞാൻ അത് ലിങ്ക് കട്ട് ചെയ്ത് പുതിയത് എടുത്തത്. അപ്പോ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് 8 മണിക്കായിരിക്കും ക്ലാസ് തീരുന്നത്. ഓക്കെ, ഫ്രഷ് വാട്ടർ എന്നാണ് ചോദിച്ചത്. ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ. ഓഷ്യനിൽ വെള്ളമുണ്ട്, ഇഷ്ടം പോലെ വെള്ളമുണ്ട് അല്ലേ. പസഫിക് മഹാസമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ഇങ്ങനെ ഇഷ്ടം പോലെ വെള്ളം അവിടെ കിടപ്പുണ്ട്. പക്ഷെ ഓഷ്യനിലെ വെള്ളത്തിന് ഒരു സാൾട്ട് കാണും. ഉപ്പുള്ള വെള്ളത്തെ നമ്മൾ ഫ്രഷ് വാട്ടർ എന്ന് വിളിക്കില്ല. ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ എന്ന് വെച്ചാൽ ഉപ്പില്ലാത്തതായിരിക്കണം. ഇനി സീയിലും ഇതേ പ്രശ്നം. അറബിക്കടല്, ബംഗാൾ ഉൾക്കടലിൽ വെള്ളം എടുത്ത് കുടിച്ചാൽ ഉപ്പ് അംശം കാണാം. ഗ്ലേഷ്യർ, ഈ മഞ്ഞുരുകി വരുന്നു, അത് എന്ത് തന്നെയാണ്? ഇതും നമുക്ക് എപ്പോഴും മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ റെയിൻ ആണ്. മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? റെയിൻ ആണ്. ക്ലിയർ ആണ്? അപ്പോ വളരെ ശുദ്ധമായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ, ഇതെല്ലാം നമ്മുടെ വെള്ളത്തിന്റെ സോഴ്സുകളാണ്. ഇപ്പൊ നമ്മൾ ഹിമാലയ പർവ്വതം, മഞ്ഞുരുകി നമുക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടും. ആ ഒരു സോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല. അപ്പോ മഞ്ഞ് ഉരുകി എന്ത് കിട്ടുന്നുണ്ട്? ഇഷ്ടംപോലെ വെള്ളം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോ ഇപ്പോ നിങ്ങൾ പുതിയൊരു കാര്യം മനസ്സിലാക്കി. നമ്മുടെ ഫ്രഷ് വാട്ടറിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് റെയിൻ ആണ്. അന്തരീക്ഷത്തിലേക്കുന്ന ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്ന് വെള്ളമായിട്ട് ഇവിടെ ഉണ്ടാകുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ മഴ പെയ്യുന്നതെന്ന് ചോദിച്ചാല്, നദികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കടലിലെ വെള്ളമാകാം, ഓഷ്യൻസിലെ വെള്ളമാകാം, എവിടത്തെ ആയാലും സമുദ്രമാണ് ഓഷ്യൻസ്. അപ്പൊ ഈ വെള്ളം രാവിലെ സൂര്യന്റെ ചൂടൊക്കെ കാരണം ഈ വെള്ളം എന്ത് ചെയ്യും? ബാഷ്പീകരിക്കും, ഇവാപറേറ്റ് ചെയ്ത് മേളിലോട്ട് പോകും. നീരാവിയായിട്ട് ഇങ്ങനെ ആകാശത്ത് പോയി നിൽക്കും. ആകാശത്ത് പോയി മേഘങ്ങളിൽ ഇങ്ങനെ ചേരും. അപ്പൊ മേഘങ്ങൾ എന്ത് ചെയ്യുന്നു? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് താഴോട്ട് മഴയായിട്ട് അതിന് പിടിച്ചു നിർത്താൻ പറ്റാതെ നീരാവികളെല്ലാം ഇങ്ങനെ ചേർന്ന് 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 വെയിറ്റായി താഴോട്ട് മഴയായിട്ട് പെയ്യുന്നു. ഇതാണ് നമ്മളുടെ മഴയുണ്ടാകുന്ന പ്രോസസ്. ഓക്കെ ആണ്? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. Which gas is dissolved in water that is essential for aquatic life? അപ്പൊ വെള്ളത്തിൽ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പദാർത്ഥമുണ്ട് അല്ലെ, ഒരു ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസ് ഏതാണ്?
ഇത് എസെൻഷ്യൽ ആണ് ആർക്ക്? നമ്മുടെ അക്വാട്ടിക് ജീവികൾക്ക്. നമ്മുടെ വെള്ളത്തിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. മീനുകൾ മാത്രമല്ല, ഒത്തിരി ആൽഗേസ്, ഫംഗസ്, അല്ലെ, ഒരുപാട് ജീവജാലങ്ങൾ നമ്മുടെ അക്വാട്ടിക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പൊ അവർക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകം വെള്ളത്തിലുണ്ട്. അതേതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ. ഏതാണ്? എല്ലാവരും ആൻസർ പറഞ്ഞേ. മഴയൊക്കെ പെയ്യുന്നതാണ്ട് നമ്മുടെ കമന്റ്സിൽ കാണാം. ഇവാപറേഷൻ നടക്കുന്നതും തിരിച്ച് വെള്ളം വന്നതും എല്ലാരും ഇട്ടു. നമ്മുടെ ആൻസേഴ്സ്, എല്ലാരും പറഞ്ഞ ആൻസേഴ്സ് ശരിയാണ്. നമ്മുടെ ആൻസർ എന്താണ്? അവർക്ക് വേണ്ടത് ഓക്സിജൻ ആണ്. ഓക്സിജൻ ആണ്. ഓപ്ഷൻ ബി ആണ് ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്നാണ് വെള്ളം ഉണ്ടാകുന്നത്. ഇതിലെ ഈ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ടാണ് അക്വാട്ടിക് ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാര്യം നമ്മളെ പോലെ പ്രകൃതി നേരിട്ടല്ലല്ലോ അവർ ശ്വസിക്കുന്നത്. അവർ വെള്ളത്തിനടിയിൽ ജീവിക്കുകയല്ലേ. അപ്പോ ഈ വെള്ളത്തിൽ നിന്ന് ഇവർക്ക് ഓക്സിജൻ കിട്ടുന്നു. അപ്പൊ എല്ലാവർക്കും ശ്വസിക്കാൻ ഓക്സിജൻ വേണം. ഈ വെള്ളത്തിൽ നിന്നാണ് ഇവർക്ക് വേണ്ട ഓക്സിജൻ ലഭിക്കുന്നത്. അപ്പൊ ആൻസർ എന്താണ്? ഓക്സിജൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, the percentage of water on earth surface is about. എത്ര പെർസെന്റേജ് ആണ്? ഓപ്ഷൻ എ 50, ഓപ്ഷൻ ബി 61, ഓപ്ഷൻ സി 71, ഓപ്ഷൻ സി 85%. അപ്പൊ നമ്മുടെ ഭൂമി ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മളുടെ എർത്ത് എന്ന പ്ലാനറ്റ്. ഈ പ്ലാനറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. 7 വൻകരകളുണ്ട്, 5 സമുദ്രങ്ങളുണ്ട്. ഇതിനകത്ത് ഈ 7 വൻകരയിലെ ഏഷ്യ എന്ന വൻകരയിലാണ്, ഈ കോണ്ടിനെന്റിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇന്ത്യ എന്ന രാജ്യത്ത്, കേരളം എന്ന സ്റ്റേറ്റിൽ നമ്മൾ താമസിക്കുന്നു. അപ്പോൾ ഈ ഭൂമി നമ്മൾ നോക്കുമ്പോൾ ഇതില് വെള്ളം എത്ര ശതമാനം കാണാം? എത്ര ശതമാനം വാട്ടർ നമുക്ക് കാണാൻ പറ്റും? നമ്മൾ നോക്കുമ്പോ, നമ്മളിപ്പോ ഇവിടെ കേരളത്തിൽ നോക്കുമ്പോ കുറെ കടലുകൾ, നമുക്ക് അറബിക്കടലൊക്കെ കാണാൻ പറ്റും. അപ്പൊ 71% വെള്ളമാണ്. പസഫിക് സമുദ്രമൊക്കെ ഇങ്ങനെ വിശാലമായി നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോ 71% എന്തുവാ? ഇവിടെ വെള്ളമാ. പിന്നെ ഹിമാലയൊക്കെ ആണെങ്കിൽ അവിടെ മഞ്ഞ് ഇങ്ങനെ മൂടി അങ്ങ് കിടക്കാണ്, അതെല്ലാം വെള്ളമാണ്. ഇനി അന്റാർട്ടിക്ക എന്ന് പറയുന്ന ആ ഒരു കോണ്ടിനെന്റ് മൊത്തത്തിൽ മഞ്ഞ് മൂടി വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ടോട്ടൽ നമ്മൾ നോക്കുമ്പോ ഇവിടെ കാണുന്ന എല്ലാം വെള്ളമാണ്. നമ്മൾ ഈ ഭൂമിയെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ ഫുൾ കുറെ വെള്ളം കിടക്കുന്നു. കുറെ വെള്ളത്തിന്റെ കളർ നീല കളറല്ലേ? കൂടുതൽ ഓഷ്യൻസ് ആണ്, നീല കളറാണ്. അപ്പൊ ഭൂമിയെ നോക്കുമ്പോ, മേളിൽ നോക്കുമ്പോ ഒരു നീല കളറിലുള്ള ഒരു സാധനമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇതിന് നീലഗ്രഹം എന്നൊരു പേര് തന്നെ കിട്ടിയത്. അപ്പോ നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? വെള്ളമാണ്. അപ്പൊ നമ്മൾ താമസിക്കുന്നത് കരകളിലാണ്, അല്ലെ? കരയിലല്ലയോ മണ്ണൊക്കെയുള്ള, അല്ലെങ്കിൽ മലമ്പ്രദേശമോ അങ്ങനെ കരഭാഗത്താണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷേ ഈ ഭൂമിയുടെ മെജോറിറ്റി ഭാഗം വെള്ളമാണ്. ഒന്നെങ്കിൽ അതൊരു സമുദ്രമാകാം, നദിയാകാം, ഹിമാനിയാകാം, റിവർ ആകാം, ലേക്ക് ആകാം, കായലാകാം, ഇങ്ങനെ പോകുന്നു. കേരളത്തിന് എത്ര കായലുകളുണ്ട്? കേരളത്തിന് 44 നദികളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ 34 കായലുകളുണ്ട് കേട്ടോ. എത്ര കായലുകളുണ്ട്? 34 കായലുകളുണ്ട്. ഒന്നാമത്തെ ഒരു കായലാണ് വേമ്പനാട് കായൽ, ഏറ്റവും വലിയ കായലാണ്. പിന്നെ അഷ്ടമുടി കായൽ, ഇപ്പൊ വള്ളംകളി നടക്കുന്നതൊക്കെ കാണാറില്ലേ? അഷ്ടമുടി കായൽ. അതുപോലെ ഒരുപാട് കായലുകളുണ്ട്. വെള്ളായണി കായൽ, ശാസ്താംകോട്ട കായൽ, പൂക്കോടിലെ തടാകം, ഇങ്ങനെ ഒത്തിരി കായലുകൾ നമ്മുടെ കേരളത്തിനുണ്ട്. ഓക്കെയാണ്. ഇനി നമുക്ക് എന്താണ് ടെറാറിയം എന്ന് പഠിക്കാം. എന്താണ് ടെറാറിയം? ടെറാറിയം എന്ന് വെച്ചാൽ എന്താണ് എന്ന് പഠിക്കാം. അപ്പൊ വെള്ളം എന്താണെന്ന് പഠിച്ചു, വെള്ളം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് പഠിച്ചു. ഹൈഡ്രജൻ ഓക്സിജൻ ചേരുമ്പോൾ വെള്ളം കിട്ടും. നമ്മുടെ ജീവിതത്തിന് വെള്ളം എസെൻഷ്യൽ ആണ്. അക്വാട്ടിക് ലൈഫിന് വെള്ളം വേണം, ഓക്സിജൻ അവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് പഠിച്ചു. ചിലര് പുന്നമട കായലിനെ കുറിച്ച് പറഞ്ഞു. വേമ്പനാട് കായലിനെ പുന്നമട കായൽ എന്ന് അറിയപ്പെടുന്നുണ്ട്. വേമ്പനാട് കായലിനെ നമ്മുടെ വേമ്പനാട് കായൽ എന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലും കോട്ടയം ജില്ലയിലും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലുമായി ചേർന്ന് കിടക്കുകയാണ്. 3 ജില്ലകളായിട്ട് കിടക്കാണ്. അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഈ കുട്ടനാട് എന്ന ആലപ്പുഴയില് വേമ്പനാട് കായലിനെ അവർ വിളിക്കുന്ന പേരാ പുന്നമടക്കായൽ. ഈ പുന്നമടക്കായൽ വെച്ചാണ് നമ്മുടെ വള്ളംകളി, അതായത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്.
നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഈ പുന്നമട കായലില. അതാണ് ഈ പുന്നമട. ചിലർ ഓപ്ഷനിൽ പുന്നമട കായലിനെ കുറിച്ച് പറഞ്ഞു. വേമ്പനാട് കായൽ തന്നെയാണ്, മറ്റൊരു പേരാ. അപ്പൊ എന്താണ് ടെറാറിയം എന്ന് നമുക്ക് പറയാം. എന്താണ് ടെറാറിയം? ഓക്കെ ആണോ? ടെറാറിയം എന്താണ്? വള്ളംകളിയൊക്കെ ഇഷ്ടമാണോ? വള്ളംകളി ഇഷ്ടമാണോ? വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണോ? കുഞ്ഞുനാളിലൊക്കെ എല്ലാവർക്കും വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ? മഴയിൽ കുളിക്കാനൊക്കെ ഇഷ്ടമാണ്. അല്ലാതെ വെള്ളത്തിൽ ചുമ്മാതെ ഇങ്ങനെ കളിക്കാനൊക്കെ ഭയങ്കര രസമല്ലേ? അപ്പൊ നമ്മൾ ഈ ടെറാറിയം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാണുന്നത് ഒക്കെ ഒരു ടെറാറിയമാണ്. നമ്മൾ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു? ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. പ്രകൃതിയാലുള്ളതല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു ചെറിയ ഒരു ഹൗസ് പ്ലാന്റ്സിനെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു. ഒരു കുഞ്ഞ് കുറെ 2, 3, 4, 5 ചെടികളൊക്കെ ചേർത്ത് നമ്മൾ തന്നെ ഒരു ചെടികളുടെ ഒരു ഹൗസ് അല്ലെങ്കിൽ കുറെ ചെടികളുടെ ഒരു വീട്, ഒരു കൊച്ചു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെറാറിയം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ എൻക്ലോഷർ ഫോർ കീപ്പിംഗ് സ്മോൾ ഹൗസ് പ്ലാന്റ്സ്. നമ്മുടെ എർത്തിനെയും എന്താണ് പറയുന്നത്? എർത്ത് എന്ന് പറയുന്നതും ഒരു ടെറാറിയം ആണ് എന്നാണ് പറയുന്നത്. എർത്തിനെ എങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട്? ഇറ്റ്സ് എ ടെറാറിയം. നമ്മുടെ ഭൂമി നോക്കുമ്പോൾ നിറച്ച് വെള്ളമാണ്, 71% വെള്ളമാണ്. ഇവിടെ കുറെ ചെടികളുണ്ട്, കുറെ ഫോറസ്റ്റുകൾ കാണാം അല്ലെ? അപ്പൊ കുറെ ചെടികളൊക്കെ വളരുന്നു, കുറെ മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എർത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു ടെറാറിയം എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് ടെറാറിയം എന്ന് മനസ്സിലായില്ലേ? ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നിറച്ച് ചെടികളൊക്കെ, കൊച്ചു കൊച്ചു ചെടികളൊക്കെ വെച്ച് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതിനെയാണ് ടെറാറിയം എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയും ടെറാറിയം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇനി 71% എന്ന് പറഞ്ഞു, 3/4. അപ്പൊ ഞാനൊരു കേക്ക് മുറിക്കുകയാണ്. 4 പേരുണ്ട് ഇവിടെ. അപ്പൊ ഞാൻ 4ആയിട്ട് ഈ കേക്ക് മുറിച്ചു. ഈ കേക്ക് മുറിച്ചപ്പോ ഈ ഒരു ഭാഗം ഒന്നാമത്തെ ഭാഗം, ഈ ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം, ഈ ഒരു ഭാഗം മൂന്നാമത്തെ ഭാഗം, അതായത് ഈ കേക്കിന്റെ 1/4 ഭാഗവും വെള്ളമാണ്. ഇത് ഭൂമിയായിട്ട് എടുക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഈ 4ൽ 3 ഭാഗവും എന്താണ്? വെള്ളമാണ്. 1/4 ഭാഗവും 71% എന്താണ്? വെള്ളമാണ്. ബാക്കി ഒരു ഇച്ചിരിയേ ഉള്ള എന്ത്? കര എന്ന് പറയുന്നത്. ലാൻഡ് വളരെ കുറവാണ്. അതിനകത്താണ് പിന്നെ നമ്മൾ ഈ കാണുന്ന മലകളും മറ്റു ഭാഗങ്ങളും ഒക്കെ വരുന്നത്. ക്ലിയർ ആണ്? അപ്പൊ എർത്ത് എന്ന് വെച്ചാൽ ഫുള്ളി വെള്ളമാണ്. അതുകൊണ്ട് തന്നെ എർത്തിനെ എന്ത് വിളിക്കുന്നുണ്ട്? നീലഗ്രഹം, ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ടെറാറിയം എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ ആണ്. അപ്പോ ടെറാറിയത്തിനെ വെച്ചാല് നമ്മളുടെ ഒരു പ്രകൃതിയെ നമ്മൾ സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ചെടി ഒരു ഭംഗിക്ക് നോക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ചെടിയെ കൺസേർവ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വലിയ നമ്മളെ ടെറാറിയം പഠിക്കാൻ കാരണം എർത്തിന് ഇങ്ങനെ ഒരു വിശേഷണം ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ചെറുതൊരെണ്ണം ക്രിയേറ്റ് ചെയ്തതുപോലെ മൊത്തത്തിൽ എർത്തിനെ നോക്കുമ്പോൾ ഇറ്റ്സ് എ ടെറാറിയം എന്ന് പറയുന്നു. കാരണം ഇവിടെ 1/4 ഭാഗവും വെള്ളമാണ്. അതിനകത്ത് അറ്റത്ത് ഒരു ഇച്ചിരി ചെടികൾ വെച്ചേക്കുന്നത് പോലെ. ഇപ്പൊ മേളയിന്ന് നമ്മളൊരു ഹെലിപ്പാഡ് മേളയിൽ പോയി ബഹിരാകാശത്തൊക്കെ പോയി താഴോട്ട് നോക്കുമ്പോ എന്താണ്? വളരെ പൊട്ടുപോലല്ലേ കാണുന്നത്. അപ്പൊ ഒരു ചെറിയ ടെറാറിയം പോലെയാണ് കാണുന്നത്. കുറെ വെള്ളം, അതിനകത്ത് എന്തൊക്കെയോ 2-3 ചെടികൾ, അത്രേ തോന്നുന്നുള്ളൂ. മേളയിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയെ കാണുന്നത് എങ്ങനെയാണ്? നിറച്ച് വെള്ളം, അതിനകത്ത് 5-6 ചെടികൾ നിൽക്കുന്നു അറ്റത്ത്. 71% വെള്ളമാണ്. വെറും 30%-ൽ കുറെ ഭാഗം ലാൻഡാണ്. അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചെടികൾ നട്ടേക്കുന്നു. അതാണ് അവിടെ കാണുന്നത്. അപ്പൊ എർത്തിനെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഒരു ടെറാറിയം പോലെ തോന്നുന്നു. ടെറാറിയം നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ കൊച്ചു സാധനം വെക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ചെടികളെയൊക്കെ വളർത്തത്തില്ലേ? അപ്പൊ ഇതിനകത്ത് വളർത്തി നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഉണ്ടാക്കാനോ ഒന്നും പറ്റത്തില്ല. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി വളർത്താം. നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് പോലെ കുറച്ച് ചെടികളെ ഇങ്ങനെ പ്രിസർവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു യൂസ് ഒന്നുമില്ല. ക്ലിയർ ആണ്? ഓക്കെ ആണ്? എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ? അപ്പൊ എർത്തിനെ നമുക്ക് ടെറാറിയം എന്ന് വിളിക്കാം എന്ന് മനസ്സിലായില്ലേ? 3/4 71% വെള്ളമാണ്. അതുകൊണ്ട് ഇതിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നു എന്ന് പിടികിട്ടിയില്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രോസസ് ബൈ വിച്ച് വാട്ടർ ചേഞ്ചസ് ഇറ്റ്സ് ഫ്രം ആൻഡ് സർക്കുലേറ്റ്സ് ബിറ്റ്വീൻ ഓഷ്യൻസ്, അറ്റ്മോസ്ഫിയർ ആൻഡ് ലാൻഡ് ഈസ് നോൺ ആസ് വാട്ടർ സൈക്കിൾ. എന്താണ് ഈ സൈക്കിൾ എന്ന് വെച്ചാൽ? ഇപ്പോ എനിക്കൊരു സൈക്കിൾ ഉണ്ട്. ഈ സൈക്കിള് ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? എനിക്കൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോകുന്നു അല്ലെ? ഞാൻ ഈ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോകുന്നു ഈ സൈക്കിള്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു?
വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു, കുറച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ തിരിച്ചു വരികയാണ്. ഇതെന്റെ ഹൗസ് ആണ്, ഞാനിത് സ്കൂളിൽ കൊണ്ടുപോയി, കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വീട്ടിൽ തന്നെ കൊണ്ടുവന്നു. അപ്പോ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ തിരിച്ചെത്തുന്നുണ്ട്. ഇത് തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് എന്റെ ഒരു സർക്കിൾ. ഇനി നമ്മൾ ഈ സൈക്ലിക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇതുപോലെ തന്നെയാണ്. അതായത് ഇവിടെ ഓഷ്യൻ ഉണ്ട്. ഈ ഓഷ്യനിൽ നിന്ന് ചൂട്, സൂര്യന്റെ പ്രകാശം ചൂടേക്കുമ്പോൾ കുറച്ച് വെള്ളം ഇവാപറേറ്റ് ചെയ്തു. അപ്പൊ ഇത് ആകാശത്ത് പോയി അവിടെ മേഘങ്ങളായിട്ട് ചേർന്നിട്ട് ഇത് ഡെൻസിറ്റി കൂടി, ഭയങ്കരമായ ഭാരം. അപ്പോൾ ഈ നീരാവെല്ലാം അവിടെ ചെന്ന് പിടിച്ചിരിക്കാൻ വയ്യാതെ താഴോട്ട് തന്നെ വരുന്നു. ഈ താഴെ വരുന്ന വെള്ളം എന്ത് ചെയ്യുന്നു? തിരിച്ച് ഓഷ്യനിൽ തന്നെ എത്തുന്നു. ചിലപ്പോൾ നമ്മുടെ ലാൻഡിലായിരിക്കും ആ വെള്ളം എത്തിയത്. ലാൻഡിൽ നിന്ന് ഭൂമിക്ക് അടിയിലോട്ട് ഒഴുകി ഇത് പതുക്കെ തിരിച്ചെന്ത് ചെയ്യും? ഓഷ്യനിലെത്തും. ഇനി ചിലപ്പോൾ വേറെ ഏതെങ്കിലും റിവറിലോ പോണ്ടിലോ ഒക്കെ ആയിരിക്കാം, അവിടെയും ഇത് പതുക്കെ ഒഴുകി വന്ന് ഓഷ്യനിലെത്തും. അതായത് ഈ തുടങ്ങിയ സ്ഥലത്തു തന്നെ ഈ വെള്ളം തിരിച്ചെത്തുന്നു. എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ ഇത് തിരികെ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് വീണ്ടും തിരിച്ചിവിടെ തന്നെ വരുന്നു, പോകുന്നു, തിരിച്ചു വരുന്നു. ഇതിങ്ങനെ സൈക്ലിക് ആയിട്ട് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സൈക്ലിക് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലാണ്ട് ഇപ്പൊ ഓഷ്യനിലെ വെള്ളം ആകാശത്ത് നിന്ന് പറന്ന് വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ സൈക്ലിക് അല്ല. ഇത് ആകാശത്ത് പോയിട്ട് അതുപോലെ തിരിച്ചിവിടെ വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് ഉള്ളവർ പറയണേ. അപ്പോ നമ്മൾ നോക്കുമ്പോ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ഫോം മാറ്റി, അതിന്റെ പേരൊക്കെ ഒന്ന് മാറി നീരാവിയായിട്ടാണ് മേലോട്ട് പോകുന്നു, അല്ലെ? നമ്മുടെ അറ്റ്മോസ്ഫിയറിലൊക്കെ ചെന്നിട്ട് അവിടുന്ന് തിരിച്ച് വെള്ളം, വാട്ടർ, ലിക്വിഡ് ഫോമില് താഴോട്ട് വരുന്നു. അപ്പൊ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്, ഖരരൂപം പറ്റും. ഐസ്, നമ്മൾ ഐസ് കട്ട വാരി തിന്നത്തില്ലേ, ഫ്രിഡ്ജിൽ ഐസ് വെക്കത്തില്ലേ? ഇനി ദ്രാവക രൂപം നമുക്കറിയാം, ഒഴുകി നടക്കുന്ന വെള്ളം. ഇനി നീരാവിയായിട്ട് വാതക രൂപത്തിലും പോകുന്നു. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന 3 രൂപങ്ങൾ വെള്ളത്തിനുണ്ട്. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമ്മുടെ ഫ്രഷ് വാട്ടറിന്റെ മേജർ സോഴ്സുകൾ റെയിൻ ഉണ്ട്, റിവർ ഉണ്ട്, പോണ്ട് ഉണ്ട്, സ്പ്രിങ്സ് ഉണ്ട്, ഗ്ലേഷ്യേഴ്സ് ഉണ്ട്. ഇതെല്ലാം സോഴ്സുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്, ഇപ്പൊ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണ്? റെയിൻ ആണ്. ഇപ്പൊ നമുക്കറിയാം റിവർ എന്ന് പറയുമ്പോൾ ശുദ്ധമായ വെള്ളമാണ്, അല്ലാതെ ഉപ്പ് കലർന്ന വെള്ളമല്ല. ഫ്രഷ് വാട്ടർ എന്ന് വെച്ചാൽ ഉപ്പില്ലാത്ത വെള്ളം. ഓഷ്യനിലും സീയിലും ഒക്കെ നമുക്ക് ഉപ്പ് കലർന്ന വെള്ളമാണ്. പോണ്ട് ഉപ്പില്ലാത്ത വെള്ളമാണ്. പിന്നെ നമ്മളുടെ കാലാവസ്ഥ, അതായത് സ്പ്രിങ്സ്, ഓരോ സീസൺ മാറുമ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് വെള്ളം കിട്ടുന്നു. ഇനി മഞ്ഞുരുകി വരുന്നത് ഉപ്പ് വെള്ളമല്ല. പക്ഷെ നമുക്കിവിടെ തൊട്ടടുത്ത് ഉരുകാൻ, കേരളത്തിൽ ഇവിടെ മഞ്ഞില്ല. നമുക്കുണ്ട് ഇവിടെ മഞ്ഞ് ഇല്ല. പക്ഷെ ഹിമാലയ പർവ്വതങ്ങളിൽ നിന്നൊക്കെ മഞ്ഞുരുകി, അല്ലെങ്കിൽ അന്റാർട്ടിക്കയിൽ നിന്നൊക്കെ മഞ്ഞുരുകി വരുമ്പോൾ അത് നല്ല ശുദ്ധമായ വെള്ളമാണ്. ഏറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് പല ഫോമിലുള്ള വെള്ളം അറിയത്തില്ലേ? റിവർ അറിയാം, വാട്ടർഫോൾസ് അറിയത്തില്ലേ? അതും വെള്ളമല്ലേ? വാട്ടർഫോൾസ് അറിയത്തില്ലേ? അത് വെള്ളമല്ലേ? 29% ലാൻഡ്. ടോട്ടൽ 100% ആണ്. 71% വെള്ളവും ബാക്കി 29%, 4/1 ഭാഗമാണ് ലാൻഡ് ഉള്ളത്. ഈ ഭൂമി നോക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ലാൻഡ് കാണാം, അല്ലെങ്കിൽ വെള്ളം കാണാം. രണ്ടിലൊന്നല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്, ഒന്നെങ്കിൽ വെള്ളം അല്ലെങ്കിൽ ലാൻഡ്. ഈ മഞ്ഞുരുകി കിടക്കുന്നതിനെയും മഞ്ഞ് മൂടി കിടക്കുന്നതിനെയും വെള്ളമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതും 71% ഉൾപ്പെട്ട് കിടക്കുന്നു. അപ്പോ നമുക്ക് ഫ്രഷ് വാട്ടറിന്റെ സോഴ്സുകൾ എല്ലാം മനസ്സിലായി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്, നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് റെയിൻ. ഇനി ഓഷ്യൻ ബോഡീസ് ആൻഡ് ദ സീ കണ്ടെയ്ൻസ് സാൾട്ടി വാട്ടർ, അല്ലെ? ഓഷ്യൻ ബോഡി ആണെങ്കിലും നമ്മുടെ കടൽ എടുക്കുവാണെങ്കിലും സമുദ്രം എടുക്കുവാണെങ്കിലും നമുക്ക് ഉപ്പ് കലർന്ന വെള്ളമാണ് കാണാൻ സാധിക്കുന്നത്. ഉപ്പ് എന്ന് വെച്ചാൽ എന്താണ്? സോഡിയം ക്ലോറൈഡ്. നമ്മുടെ വീട്ടിലിരിക്കുന്ന ഉപ്പ് എന്ന് വെച്ചാൽ എന്താണ്? സോഡിയവും ക്ലോറിനും കൂടെ ചേർന്നതാണ്. NaCl-നെയാണ് നമ്മൾ ഉപ്പ് എന്ന് വിളിക്കുന്നത്.
അപ്പൊ ഇവിടെ നമ്മൾ സലൈനിറ്റി എന്ന് പറഞ്ഞില്ലേ, സലൈനിറ്റി എന്ന് വെച്ചാല് അപ്പൊ നമുക്ക് അങ്ങ് ഭയങ്കര ഉപ്പാണോ, നമ്മൾ വെള്ളം എടുത്ത് കുടിച്ചു നോക്കാമെങ്കിൽ ഉപ്പ് തോന്നും അല്ലെ, ഉപ്പ് തോന്നത്തില്ലേ? അപ്പൊ നമ്മൾ ഉപ്പുണ്ടാക്കുന്ന എങ്ങനെയാ? ഗാന്ധി 1930 ഉപ്പ് സത്യാഗ്രഹം പങ്കെടുക്കാൻ പോയില്ലേ? ദണ്ഡി കടപ്പുറത്താണ് പോയത്. എന്തിനാണ്? കടപ്പുറത്ത് പോയിട്ട് ആ വെള്ളം അങ്ങോട്ട് പിടിച്ചിങ്ങനെ വെച്ചിട്ട് വെള്ളം വെയിലത്ത് കൊണ്ട് വെള്ളം ഉണങ്ങി വെള്ളം അങ്ങ് ഇവാപറേറ്റ് ചെയ്ത് പോയപ്പോ അവിടെ കുറെ ഉപ്പ് പരലുകൾ വീണു. ഈ ഉപ്പാണ്, ഇങ്ങനെയാണ് ഉപ്പുണ്ടാക്കിയത്. ഇപ്പോഴും ഇങ്ങനെയാണ് ഉപ്പുണ്ടാക്കുന്നത്. കടലിലെ വെള്ളം കൊണ്ടുപോയി പ്രോസസ് ചെയ്ത് ഇപ്പം മെഷീൻസ് ഒക്കെ ഉണ്ട്, ഉപ്പിനെ അരിച്ചു മാറ്റുന്നു, കൊണ്ടുപോയി വെള്ളം തിരിച്ചിടുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉപ്പുണ്ടാക്കുന്നത്. കടൽ വെള്ളത്തിൽ നിന്നാണ് നമ്മൾ ഉപ്പുണ്ടാക്കുന്നത്. ക്ലിയർ ആണ്? അതിനകത്ത് സോഡിയം ക്ലോറൈഡ് ഉണ്ട്, ഉപ്പുണ്ട്. ആ ഉപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് സലൈനിറ്റി എന്ന് ചോദിച്ചാൽ പുതിയൊരു ടേം ആണ് നിങ്ങൾ കേൾക്കുന്നത്. കെമിസ്ട്രിയിലൊക്കെ ഇനി നിങ്ങൾ പഠിക്കും. എന്താണ് സലൈനിറ്റി? ഇതെന്ന് വെച്ചാല് ഒരു 1000 ഗ്രാം വെള്ളം നമ്മൾ എടുക്കുകയാണ്. 1000 ഗ്രാം വെള്ളം എടുത്തു. അപ്പൊ എത്ര ശതമാനം ഉപ്പ് ഇതിനകത്തുണ്ട്? 1000 ഗ്രാം വെള്ളം എടുക്കുമ്പോൾ എന്തുമാത്രം ഉപ്പ് ഇതിനകത്തുണ്ട്? അതിനെയാണ് നമ്മൾ സലൈനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ 1000 ഗ്രാം വെള്ളം ഞാൻ എടുത്തു, ഞാൻ അളന്നു, 1000 ഗ്രാം ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തു. ഈ വെള്ളം കൊണ്ടുപോയി നോക്കുമ്പോൾ ഇതിനകത്ത് എന്തുമാത്രം ഉപ്പാണ് അടങ്ങിയിരിക്കുന്നത്? ഇതാണ് ആ ഒരു സിയുടെ സലൈനിറ്റി. ആവറേജ് സലൈനിറ്റി, ഒരു ഓഷ്യന്റെ ആവറേജ് സലൈനിറ്റി എന്ന് പറയുന്നത് 35 ആണ്. 35 ആണ്. ഇത് പാർട്സ് പെർ 1000, അതായത് 1000-ൽ 35 എന്നാണ് പറയുന്നത്. 35 ഭാഗം 1000-ൽ 35, അതായത് പാർട്സ് പെർ 1000 എന്ന യൂണിറ്റിലാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോ? ഓക്കെ ആണ്? ക്ലിയർ ആണ്? 35-നെ നമുക്ക് എങ്ങനെ എഴുതാം? 35/1000 എന്ന് വെച്ചാൽ എങ്ങനെ എഴുതാം? ഒരു സ്ഥാനം 3.035 ഗ്രാം എന്നൊക്കെ എഴുതാം. ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ പറഞ്ഞു വാട്ടർ ഈസ് വെരി എസെൻഷ്യൽ ഫോർ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന് ജീവൻ നിലനിർത്താൻ വെള്ളം ആവശ്യമാണ്. മെയിൻ സോഴ്സ് ഫ്രഷ് വാട്ടറിൽ ഗ്ലേഷ്യർ ഉണ്ട്, റിവർ ഉണ്ട്, പോണ്ട് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഫ്രഷ് വാട്ടറിന്റെ സോഴ്സുകളാണ്. അക്വാട്ടിക് ലൈഫിന് ഓക്സിജൻ വേണം, അത് വെള്ളത്തിൽ നിന്ന് കിട്ടുന്നു. അപ്പൊ പെർസെന്റേജ് ഓഫ് വാട്ടർ 71% ആണ്. 3/4 എന്ന് പറയാം. എന്താണ് ടെറേറിയം എന്ന് പഠിച്ചു. ടെറേറിയം എന്ന് നമ്മൾ ഭൂമിയെ വിളിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം, ഏർത്തിന് മറ്റൊരു പേരുണ്ട്, അത് ബ്ലൂ പ്ലാനറ്റ് എന്നാണ്. കാരണം ഇതിനകത്ത് ഒത്തിരി വെള്ളം ഉള്ളത് കൊണ്ടാണ്. പിന്നെ നമ്മൾ വാട്ടർ സൈക്കിൾ കണ്ടു. ഇങ്ങനെ കറങ്ങി വെള്ളം തിരിച്ചെത്തുന്നു, ഭൂമിയിൽ തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ആ വെള്ളം തന്നെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. റിവർ, പോണ്ട്, ഗ്ലേഷ്യർ, റെയിൻ, ഇതൊക്കെ ഫ്രഷ് വാട്ടർ സോഴ്സുകളാണ്. സാൾട്ടി വാട്ടർ ഉള്ളത് ഓഷ്യനിലും സീയിലുമാണ്. എന്താണ് സലൈനിറ്റി? 1000 ഗ്രാമിൽ എത്ര ഉപ്പ് അടങ്ങിയിരിക്കുന്നു? 1000 ഗ്രാം വെള്ളത്തിൽ. ഇതിനെയാണ് നമ്മൾ സലൈനിറ്റി എന്ന് പറയുന്നത്. ആവറേജ് സലൈനിറ്റി ഓഷ്യന്റേത് 35 പാർട്സ് പെർ 1000 ആണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണ്. ഈ സലൈനിറ്റി എന്ന് പറയുന്നത് ലവണാംശം. എത്ര ലവണം? നമ്മൾ ഈ ഉപ്പ് വെള്ളത്തിനൊക്കെ ലവണം എന്നാണ് പറയുന്നത്. ഓക്കെ. ഇപ്പൊ സലൈൻ വാട്ടർ, ഉപ്പ് വെള്ളം എന്നാണ് സലൈൻ വാട്ടർ. വാട്ടർ എന്ന് വെച്ചാൽ ദ്രാവകമാണ്, വെള്ളം, ദ്രാവകം. ഇനി സലൈനിറ്റി, ഉപ്പ്. ഈ ഉപ്പ്, ഇതിനെ ലവണാംശം, ലവണം എന്നാണ് പറയുന്നത്. ലവണാംശം, ലവണം എന്നൊക്കെയാണ് പറയുന്നത്. ലവണാംശം എന്നൊക്കെയാണ് പറയുന്നത്. എത്ര ലവണം, എത്ര ഉപ്പ് അടങ്ങി എന്നുള്ളതാണ് നോക്കുന്നത്. ഇനി നമ്മള് നമ്മുടെ വെള്ളം നോക്കുകയാണ്. ഓഷ്യൻ ആണെങ്കിൽ സലൈൻ വാട്ടർ ആണ് 97.3. അപ്പോ നമ്മുടെ വെള്ളത്തിന്റെ ഘടകങ്ങളാണ് നോക്കുന്നത്. ഐസ് എടുക്കുവാണെങ്കിൽ 0.02 ആണ്. ഇത് ഐസ് മുതൽ ഫ്രഷ് വാട്ടർ ആണ്. ഐസ് മുതലെല്ലാം എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഫ്രഷ് വാട്ടർ ആണ്. നമുക്ക് കാണുന്നത് എന്താണ്? ഫ്രഷ് വാട്ടർ ആണ്. ക്ലിയർ ആണ്? അപ്പോ നമ്മൾ എന്താണ് നോക്കുന്നത്? ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. അപ്പോ നമ്മൾ നോക്കുന്നത്, എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ. ഐസ് നമ്മൾ എന്തൊക്കെയാണ് ഘടകങ്ങൾ എന്നൊക്കെ ഒന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോ നമ്മളിവിടെ നോക്കുമ്പോ നമുക്ക് എത്രമാത്രം ഉപ്പുണ്ട്, വാട്ടറിലെ ഘടകങ്ങളാണ് നമ്മൾ കണ്ടത്.
97% നമ്മുടെ ഓഷ്യനിൽ നിന്നാണ് നമ്മുടെ വെള്ളം എവിടേക്കാണ് അവൈലബിൾ എന്ന് നമ്മൾ കണ്ടു. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് വെള്ളം എവിടെയാണെന്ന് പറയാൻ പറ്റും, അത് ഓഷ്യനിലാണ് വെള്ളം ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണ്? ഏറ്റവും കൂടുതൽ വെള്ളം എവിടെയാണ്? ഓഷ്യനിലാണ്. ഏറ്റവും കൂടുതൽ വെള്ളം എവിടെയാണ്? നമ്മുടെ വാട്ടർ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 97.3% ഓഷ്യൻസിലാണ്. പസഫിക് ഓഷ്യൻസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വെള്ളം അതിനകത്ത് തന്നെ ഉള്ളത്. ഈ 1/3 ഭാഗവും എവിടെ കിടക്കുവാണ്? ഈ പസഫിക് ഓഷ്യനിൽ കിടക്കുകയാണ്. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ നമ്മുടെ വെള്ളം, നമ്മുടെ ഭൂമിയിൽ പലയിടത്ത് നമുക്ക് വെള്ളം കാണാം, പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ വെള്ളം എവിടെയാണ് നമ്മൾ കാണുന്നത്? ഓഷ്യൻസിലാണ്. അതിൽ തന്നെ പസഫിക് ഓഷ്യനിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ വെള്ളത്തിന്റെ 2 ഭാഗത്തോളം നമ്മുടെ പസഫിക് ഓഷ്യനിൽ കിടക്കുക. 97.3% എവിടെ കിടക്കാണ്? ഈ ഓഷ്യൻസിൽ കിടക്കുക. പിന്നെ ഒരു 2% കുറെ മഞ്ഞ് മൂടി കിടക്കുന്ന അന്റാർട്ടിക്ക, ഹിമാലയ പർവ്വതങ്ങൾ, ഇങ്ങനെ മഞ്ഞ് മൂടിയ സാധനങ്ങളിൽ കാണാം 2%. അപ്പൊ 99.3% തീർന്നു അല്ലെ? ഇത്രയും നമ്മുടെ ഭൂമിയിലെ വെള്ളം കഴിഞ്ഞു. ഇനി നമുക്ക് വെറും 0.7% കാണാനുള്ളൂ. അത്രയുമാണ് ഫ്രഷ് വാട്ടർ. വളരെ ഇച്ചിരിയേ ഉള്ളൂ. 1% പോലും ഫ്രഷ് വാട്ടർ നമ്മുടെ ഭൂമിയിൽ ഇല്ല. പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണ്. അപ്പൊ ഉപ്പുവെള്ളമാണ് ഇവിടെ കൂടുതൽ. ഇവിടെ ഏറ്റവും കൂടുതൽ എന്താണ്? ഉപ്പുവെള്ളമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ എന്താണ്? ഉപ്പുവെള്ളമാണ്. ഈ ഐസ് ക്യാപ്സ്, ഒരു കാര്യം ഓർക്കുക, ഐസ് ക്യാപ്സ് എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ ആണ്. അപ്പൊ അതും കൂടെ ചേരും. അപ്പൊ 2.something വരും. 2.something വരും ഫ്രഷ് വാട്ടർ. ഓക്കെ ആണ്. ഐസ് ഉരുകി കിട്ടുന്നത് 2% ഫ്രഷ് വാട്ടർ ആണ്. ബാക്കി 0.7% നമ്മുടെ റിവർ, ലേക്ക്, ഗ്രൗണ്ട് വാട്ടർ, ഭൂമിക്കടിയിലെ നമ്മുടെ കിണറിലൊക്കെ വെള്ളമില്ലേ, കിണറിന്റെ വെള്ളം, ഇൻലാൻഡ് സീസ്, കുഴൽ കിണറൊക്കെ എടുക്കത്തില്ലേ, അതൊക്കെ ഭൂമിക്ക് അടിയിൽ നിന്ന് എടുക്കുന്ന കണ്ടിട്ടില്ലേ? പിന്നെ അറ്റ്മോസ്ഫിയർ, റിവർ, ഇതിനകത്തൊക്കെ വളരെ കുറച്ച് വെള്ളമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഭൂമിയിലെ വെള്ളത്തെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ എവിടാന്ന് നിങ്ങൾക്ക് ചോദിക്കും. അത് ഓഷ്യനിലാണ് എന്ന് ഓർക്കുക. ബാക്കി ഒന്നും നോക്കണ്ട, ഓഷ്യനിലാണെന്ന് മാത്രം ഒന്ന് ഓർത്താൽ മതി. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടി? ഇനി നമ്മൾ നോക്കുന്നത്, ഇത് നോക്കിയേ, നമ്മള് ഡെഡ് സിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡെഡ് സിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചാവുകടൽ എന്നൊക്കെ പറയും. ഡെഡ് സി, ചാവുകടൽ. എന്താണ് ഈ ഡെഡ് സിയുടെ പ്രത്യേകത? ഇതുകൊണ്ട് ഒരാള് വായിക്കുന്നത് കടലിൽ പോയി കിടക്കാണ്, ഒരു സമുദ്രത്തിൽ പോയി കിടക്കാണ്, കിടന്നുകൊണ്ട് വായിക്കുന്നു. പത്രം വായിക്കുന്ന ഇമേജസ് ഒക്കെ നമുക്ക് കാണാം. അതായത് അവിടെ നമുക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്ത് കിടക്കാം, നമുക്കിങ്ങനെ പൊങ്ങിക്കിടക്കാൻ സാധിക്കും, നമുക്ക് നടന്നു പോകാം ഇതിനകത്തൂടെ, നമുക്ക് ഇങ്ങനെ പൊങ്ങിക്കിടന്ന് അവിടെ ഇരുന്ന് വായിക്കാം, ചുമ്മാ അവിടെ കിടക്കാം, നമ്മൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. കാരണം ഇവിടെ ഉപ്പിന്റെ അംശം വളരെ കൂടുതലാണ്, ലവണാംശം വളരെ കൂടുതലാണ്, ഉപ്പ് ഭയങ്കര കൂടുതലാണ്. സാധാരണ ഒരു 35 ഒക്കെ ഉള്ളൂ 1000-ൽ, എന്നാൽ ഇവിടെ 340 ഗ്രാമോളം ഇതിനകത്തുണ്ട് വെള്ളത്തില്. ഈ റെഡ് സി ഇസ്രായേലിലാണ്. ഇതിന്റെ സലൈനിറ്റി, ഉപ്പിന്റെ അംശം വളരെ കൂടുതലാണ്. അപ്പൊ സ്വിമ്മേഴ്സിനൊക്കെ എന്ത് ചെയ്യാം? അവിടെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ കിടക്കാം, ചുമ്മാ ഇങ്ങനെ പൊങ്ങിക്കിടക്കാം. കാരണം ഡെൻസിറ്റി അവിടെ കൂടുതലാണ്, ഉപ്പിന്റെ അംശം കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉള്ളിലോട്ട് മുങ്ങിപ്പോകാത്തത്. ക്ലിയർ ആണോ? അപ്പൊ ചാവുകടലിനെ കുറിച്ച് എല്ലാരും മനസ്സിലായല്ലോ? എഫോർട്ടൊക്കെ കാണിച്ചു. ഓക്കെ, അപ്പൊ എല്ലാരും മനസ്സിലായി. ഇനി നമ്മൾ അടുത്തൊരു ഡേയിലേക്കാണ് പോകുന്നത്. നമ്മുടെ വെള്ളത്തിന്റെ പ്രാധാന്യത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസമുണ്ട്. അത് മാർച്ച് 22. മാർച്ച് 22 ജലദിനമാണ്, വാട്ടർ ഡേ ആണ്. എന്താണ്? വാട്ടർ ഡേ ആണ്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. കാരണം നമ്മൾ വെറുതെ അങ്ങ് പാഴാക്കി കളയാൻ പാടില്ല. പലരും എന്ത് ചെയ്യുന്നുണ്ട്? ജലത്തിന്റെ ദൗർലഭ്യം അനുഭവിക്കുന്നവരുണ്ട്. ഇപ്പൊ രാജസ്ഥാനിലൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് കുടിക്കാനോ കുളിക്കാനോ ഒന്നും കൃത്യമായി വെള്ളം കിട്ടാത്തവരാണ്. അവർ കനാല് വഴി വെള്ളം ശേഖരിച്ച് അവരുടെ കൃഷികളൊക്കെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ഇഷ്ടം പോലെ വെള്ളം അവിടെ ചുമ്മാ കളയുകയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു വരദാനമാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ എന്തേ ഉള്ളൂ? വളരെ കുറച്ച്, അല്ലെ? 2.7% മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ശുദ്ധവെള്ളം. അതിൽ നമ്മുടെ കിണറിലൊക്കെ ഉള്ള വെള്ളം എത്രയാണ്? വെറും 0.68. അതിനകത്താണ് നമുക്ക് ഇത്രയും വെള്ളം കിട്ടുന്നത്. അപ്പൊ അത്ര വളരെ നമ്മളില്ല ഭയങ്കര പരിശുദ്ധമായിട്ട് ദൈവികമായി കാണേണ്ട ഒരു സാധനമാണ് ഈ വെള്ളം. നമുക്ക് കിട്ടുന്നത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമാണ്, അല്ലെ? ഇത്രയും ശതമാനം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പല സ്ഥലങ്ങൾക്കും വെള്ളം ഒന്നും കൃത്യമായി ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ഭാഗ്യത്തില് നമ്മുടെ കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്.
നമുക്ക് അടിപൊളിയായിട്ട് വെള്ളം ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട്. അപ്പൊ വേൾഡ് വാട്ടർ ഡേ, ലോക ജലദിനമാണ് മാർച്ച് 22. നമ്മൾ എന്ത് ചെയ്യണം? വെള്ളത്തെ സംരക്ഷിക്കണം. അതുകൊണ്ടാണ് ഈ മഴവെള്ളമൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മഴമാവിനെയൊക്കെ കെട്ടുന്നത്. മഴവെള്ളം സംരക്ഷിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? മഴമാവിനെയൊക്കെ കെട്ടി അത് കിണറിലോട്ട് ഒഴുക്കി അങ്ങനെയൊക്കെ വെള്ളത്തെ പ്രിസർവ് ചെയ്യാറുണ്ട്. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പോണ്ടിലും ലേക്കിലും ഓഷ്യനിലും ഒക്കെ വെള്ളം കാണുന്നുണ്ട്. ഈ വെള്ളം ഇങ്ങനെ മൂവ് ചെയ്യുന്നു. വെള്ളത്തിനൊരു ചലനമുണ്ട്. കണ്ടിന്യൂസ് ആയി വെള്ളം ഇങ്ങനെ ചലിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഓഷ്യനില് നമുക്ക് എപ്പോഴും വെള്ളം മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റത്തില്ലേ? നമ്മുടെ പോണ്ടിലോ ലേക്കിലോ നമ്മൾ മൂവ്മെന്റ് കാണുന്നുണ്ടോ? നമ്മൾ കെട്ടിക്കിടക്കുകയാണ്. കുളത്തിലെ വെള്ളം, കിണറിലെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ലേക്കിലെ വെള്ളം അനങ്ങാതെ അവിടെ കിടക്കുകയാണ്. നമ്മൾ പോയി ഇങ്ങനെ തട്ടിയാ അനങ്ങുന്നല്ല, ഒരു ഓളം വരുമെന്നല്ലാണ്ട് നമ്മുടെ ഈ കടലിലെ പോലെ ഇങ്ങനെ തിര അടിച്ചു വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഓഷ്യനിലെ വെള്ളം, സീയിലെ വെള്ളം ഒക്കെയാണ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മൂവ്മെന്റ് വിച്ച് ഒക്കർ ഇൻ ഓഷ്യൻസ്, നമ്മളുടെ ഈ ഒരു നമ്മൾ കാണുന്ന ഈ ഓഷ്യൻസിലെ അല്ലെങ്കിൽ സമുദ്രത്തിലെ കടലിലെ ഒക്കെ വെള്ളത്തിന് 3 തരം മൂവ്മെന്റ്സ് ആണ് ഉള്ളത്. 1 വേവ്സ് ആണ്, 2 ടൈഡ്സ് ആണ്, 3 കറന്റ്സ് ആണ്. അപ്പൊ 3 തരം എന്തുണ്ട്? മൂവ്മെന്റ്സ് ഉണ്ട്. എന്തിന്? ഓഷ്യൻസിലെ വെള്ളത്തിന് 3 തരം മൂവ്മെന്റ്സ് ആണ് ഉള്ളത്. എത്ര തരം മൂവ്മെന്റ്സ് ഉണ്ട്? 3 തരം മൂവ്മെന്റ്സ് ആണ് നമ്മുടെ ഓഷ്യൻസിലെ വെള്ളത്തിന് ഉള്ളത്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായി? ഏതൊക്കെയാണ് 3 തരം മൂവ്മെന്റ്സ് എന്നൊന്ന് പറഞ്ഞേ. 3 തരം മൂവ്മെന്റ്സ് എന്നൊന്ന് പറഞ്ഞേ. ഒന്നാമത്തെ മൂവ്മെന്റ് ആണ് നിങ്ങൾക്കറിയാവുന്ന വേവ് അല്ലെങ്കിൽ തിരമാല എന്ന് പറയാം. നമ്മൾ ഈ തിര അടിക്കുന്നത് കാണാനാണ് പോകുന്നത്. Why did Pacific Ocean and Atlantic Ocean did not mix together? അത് മിക്സ് ചെയ്യാന്നില്ലെന്ന് വെച്ചാല് വളരെ ദൂരെ ദൂരെ ഇരിക്കല്ലേ, ഓരോ സ്ഥലത്തല്ലേ ഓരോന്നിരിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് കാണിക്കാം. വെയിറ്റ് ചെയ്തോളൂ. ഓഷ്യൻസ്, ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞു കിടക്കുകയാണ്. ഇതെല്ലാം കാണാൻ പറ്റും. ഇതാ നോക്കിക്കോ. ഇതാണ് നമ്മുടെ ഓഷ്യൻസിൽ ഉള്ള പസഫിക് ഓഷ്യൻ. തൊട്ടടുത്തത് ഇത് ഓരോ കോണ്ടിനെന്റ്സിലാണ് ഇത് കിടക്കുന്നത്. അടുത്തത് അറ്റ്ലാന്റിക് ഓഷ്യൻസ് ആണ് ഈ കോണ്ടിനെന്റ്, ഈ ഭാഗങ്ങളിൽ. പിന്നെ നമുക്ക് അടുത്ത നമ്മുടെ ഇന്ത്യൻ ഏഷ്യ കോണ്ടിനെന്റിലാണ് നമ്മൾ ഇന്ത്യൻ ഓഷ്യൻസ് കാണുന്നത്. അന്റാർട്ടിക്കയുടെ ഭാഗത്താണ് നമ്മൾ അന്റാർട്ടിക്കയുടെ ഓഷ്യൻസ് കാണുന്നത്. പിന്നെ നമുക്ക് ഈ ഭാഗങ്ങളിലാണ് ആർട്ടിക് ഓഷ്യൻസ് കാണുന്നത്. പിന്നെ ലാൻഡ് കൊണ്ട് ചെറിയ തരത്തിലുള്ള സെപ്പറേഷൻസ് വരുന്നുണ്ട്. ക്ലിയർ ആണ്? ലാൻഡ് കൊണ്ടുള്ള ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ സെപ്പറേഷൻസ് ആണ് ഈ പസഫിക് ഓഷ്യൻസിന്. അപ്പോ ഇങ്ങനെ സെപ്പറേഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ചേരുന്നുണ്ടോ? കാരണം ഇത് രണ്ട് സ്ഥലത്ത് കിടക്കാണ്. അങ്ങനെ ക്ലിയർ? ഇനി ഫിഗർ കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തത് നോക്കുകയാണ്. ഓഷ്യൻസിനെ കുറിച്ച് കണ്ടു, വേവ്സ് കണ്ടു, വേലിയേറ്റമാണ് ടൈഡ് എന്ന് പറയുന്നത്. വേലിയേറ്റത്തിനെയാണ് ഇത് പറയുന്നത് ടൈഡ് എന്ന് പറയുന്നത്. ടൈഡ്. ഇപ്പൊ വേലിയേറ്റം, വേലിയിറക്കം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. വേലിയേറ്റം, വേലിയിറക്കം എന്ന് കേട്ടിട്ടില്ലേ? അപ്പോ ഇനി നമ്മള് ഈ മൂവ്മെന്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണ്. കറന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സമുദ്രജല പ്രവാഹങ്ങളെയാണ് നമ്മൾ ടൈഡ്സ്, ഈ ഒരു കറന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് 3 തരം മൂവ്മെന്റ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തത് വേവ്സ് ആണ്, രണ്ടാമത്തത് ടൈഡ് ആണ്, മൂന്നാമത്തത് കറന്റ്സ് ആണ്. 3 തരം മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. വേവ്, ടൈഡ്, കറന്റ്സ്. വേവിന്റെ മലയാളം തിരമാല എന്നാണ്.
ഇത് വേലിയേറ്റം എന്നാണ്. കറൻസ് എന്ന് വെച്ചാൽ സമുദ്രജല പ്രവാഹങ്ങളാണ്, ജലപ്രവാഹങ്ങളാണ്. ക്ലിയർ ആണ്? നമുക്ക് ഈ 3 മൂവ്മെന്റ്സിനെ കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. അതില് ആദ്യം നമ്മൾ വേവ്സിനെ കുറിച്ച് പഠിക്കുന്നു. നിങ്ങൾ കാണുന്നതാണ് കടലില് ബീച്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് തിരമാലകൾ എപ്പോഴും ഇങ്ങനെ തിരമാലകൾ വന്നുകൊണ്ടേയിരിക്കും. വീഗാലാൻഡില് വണ്ടർലായിലൊക്കെ പോകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഒരു സീ അവരുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത്ര സമയം ഒരു ഇങ്ങനെ തിരമാല നമുക്ക് തരും. അപ്പോ വളരെ എൻജോയ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവമാണ് ഈ തിരമാല എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? മലയാളം എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇലക്ട്രിക് കറന്റ് അല്ലേ ഇത്? ഓക്കെ, ഇലക്ട്രിക് കറന്റ് എന്ന് വെച്ചാൽ വൈദ്യുതിയാണ്, ഇത് ജലപ്രവാഹമാണ്. ഓക്കെ, കറന്റിന്റെ സ്പെല്ലിംഗ് ഒക്കെ സെയിം ആണ്. അടുത്തത് ഇലക്ട്രിക് കറന്റ്. നമ്മുടെ വീട്ടിലൊക്കെ കറന്റ് കിട്ടത്തില്ലയോ? ആ കറന്റ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ്. ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോൺസ്, അതിന്റെ ഫ്ലോ ആണ്. രണ്ടും രണ്ടാണ്. ഇത് നമ്മുടെ ഓഷ്യൻസിന്റെ മൂവ്മെന്റ്സ് ആണ്. അപ്പൊ when the water on the surface of the ocean rises and falls alternately, ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് പൊങ്ങുന്നു പിന്നെ താഴുന്നു, തരംഗങ്ങൾ ഉണ്ടാവുകയാണ്. പൊങ്ങുന്നു താഴുന്നു, പൊങ്ങുന്നു താഴുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ്സ് എന്ന് പറയുന്നത്. പൊങ്ങി താങ്ങും, പൊങ്ങി താങ്ങും, ഇതിങ്ങനെ കണ്ടിന്യൂ സംഭവിക്കുന്നു. ഇതിനെയാണ് നമ്മൾ വേവ്സ് എന്ന് പറയുന്നത്. അപ്പൊ earthquake, ഭൂമികുലുക്കം അല്ലെങ്കിൽ അഗ്നിപർവ്വതം, വോൾക്കാനിക് എറപ്ഷൻസ്. അപ്പൊ അണ്ടർ വാട്ടറിലെ ഉരുൾപൊട്ടലും ലാൻഡ് സ്ലൈഡ്സും മണ്ണൊലിപ്പും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങള് നമ്മുടെ ഭൂമിക്കടിയിൽ സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഹ്യൂജ് ടൈഡൽ വേവ്സ് ഒക്കെ ഉണ്ടാകും. ഇതിനെയാണ് സുനാമി എന്ന് വിളിക്കുന്നത്. അപ്പൊ സുനാമി എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന, ഭൂമിയുടെ നമ്മൾ ഒരു ക്ലാസ്സിൽ എപ്പി സെന്ററിനെ കുറിച്ചും ഫോക്കസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞില്ലേ? എപ്പി സെന്റർ എന്താണ്, ഫോക്കസ് എന്താണ് എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ഭൂമിക്കടിയിൽ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭൂമികുലുക്കവോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉരുൾപൊട്ടലോ ഏതെങ്കിലുമൊക്കെ പാറകളൊക്കെ പൊട്ടുകയോ ഭൂമിക്കടിയില്, ഭൂമിയുടെ അടിയില് ഇതൊക്കെ സംഭവിച്ചാൽ, അവിടെ ഹെവി ടെമ്പറേച്ചർ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? ഭൂമിക്കടിയിൽ എന്തൊക്കെയുണ്ട്? ഭൂവൽക്കം, അതിനുള്ളിൽ മാന്റിൽ, അതിനുള്ളിൽ കോർ. അപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലാണ് ഈ വലിയൊരു തിരയുണ്ടാകും. ഈ വലിയ വമ്പൻ തിരയുടെ പേരാണ് സുനാമി. നമ്മൾ സാധാ തിര, നോർമൽ തിര നമുക്ക് കളിക്കാൻ രസമാണ്. പക്ഷെ സുനാമി വരുന്നത് വലിയൊരു അപകടമാണ്, നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? പിടികിട്ടി? അപ്പൊ സുനാമിയെ കുറിച്ച് കണ്ടു. വലിയ തിരയാണ്, വലിയൊരു വേവാണ് തിരമാല. ഈ ഒരു സുനാമി, സുനാമിക്ക് കാരണം എന്താണ്? ഒന്നെങ്കിൽ ഭൂമിക്കടിയിൽ നടക്കുന്ന എർത്ത്ക്വേക്ക് ആകാം, ഭൂമികുലുക്കമാകാം, അതല്ലെങ്കിൽ ഭൂമിക്കടിയിൽ നടക്കുന്ന വോൾക്കാനിക് ഇറപ്ഷൻ ആകാം, അഗ്നിപർവ്വത സ്ഫോടനമാകാം, അതല്ലെങ്കിൽ അണ്ടർ വാട്ടറിൽ ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകൾ, ഏതെങ്കിലുമൊക്കെ അടിയിൽ ഒത്തിരി പാറകളുണ്ട് അല്ലെ, ആ പാറകളൊക്കെ പൊട്ടിയതാകാം ഭൂമിയുടെ അടിയിൽ. അപ്പൊ അത് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഭൂമിയിൽ ആ ഒരു നേരെയുള്ള ഫോക്കസിന്റെ പോയിന്റിനെയാണ് നമ്മൾ എപ്പി സെന്റർ എന്നൊക്കെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പൊ എപ്പി സെന്റർ ഫോക്കസിനെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. അപ്പൊ സുനാമി സൗത്തിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഒക്കെ സംഭവിച്ചിരുന്നു. ഡിസംബർ 2004 ഹാവോക്കിൽ ഒരു സുനാമി ഉണ്ടായത്. നമ്മുടെ രാജ്യത്ത് ഒരു സുനാമി ഉണ്ടായി. നമ്മുടെ സുമാത്ര, ഇന്തോനേഷ്യയിലൊക്കെ വന്നത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു. അത് ഡിസംബർ 26 സുനാമിയാണ്. അത് വളരെയധികം പ്രത്യാഘാതങ്ങൾ നമ്മുടെ അറബിക്കടലിൽ സൃഷ്ടിച്ച സുനാമിയാണ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി? ഹായ് ഹേമന്ത്, മനസ്സിലായോ ഹേമന്ത്? ഇനി നമ്മൾ ടൈഡ്സിലേക്ക് പോവുകയാണ്. എന്താണ് ടൈഡ്സ് അല്ലെങ്കിൽ വേലിയേറ്റം, വേലിയിറക്കം, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇതെന്ന് വെച്ചാൽ റിതമിക് റൈസ് ആൻഡ് ഫോൾ ഓഫ് ഓഷ്യൻ വാട്ടർ ആണ്. ഒരു റിതമിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉയരുന്നു, പർട്ടിക്കുലർ ടൈമിൽ താഴുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേലിയേറ്റം, വേലിയിറക്കം എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ ഒരു ബീച്ചിൽ കളിക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ സെക്യൂരിറ്റിക്കാരൊക്കെ നമ്മുടെ അടുത്ത് പറയും, നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യരുത്, ഇപ്പൊ വേണ്ട, ഇപ്പൊ പോണ്ട അങ്ങോട്ട്, കാര്യം ഇപ്പൊ ഇച്ചിരി വേലിയേറ്റമുള്ള സമയമാണ്, ഇപ്പൊ അപകടമാണ്, ഇപ്പൊ അങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറയും. അപ്പൊ റിതമിക് റൈസ് ആൻഡ് ഫോൾ ഓഫ് ഓഷ്യൻ വാട്ടർ ട്വൈസ് ഇൻ എ ഡേ ആണ്. ഒരു ദിവസം 2 തവണ ഇത് സംഭവിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ടൈഡ് എന്ന് പറയുന്നത്. ടൈഡ്സ് തന്നെ 2 തരത്തിലുണ്ട്. സ്പ്രിംഗ് ടൈഡും ഉണ്ട്, നീറ്റ് ടൈഡും ഉണ്ട്. അപ്പൊ റിതമിക് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ നല്ല രീതിയിൽ നടക്കുകയാണ്. വേലിയേറ്റവും ഉണ്ട്, വേലി ഇറക്കവും ഉണ്ട്.
ട്വൈസ് ഇൻ എ ഡേ ആണ് സംഭവിക്കുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്പ്രിംഗ് ടൈഡ് ആണ്, മറ്റൊന്ന് നീപ്പ് ടൈഡ് ആണ്. ഓക്കെ ആണ്. ഞാൻ ഇവിടെ ഫിഗർ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പസഫിക് ഓഷ്യൻസിനെയൊക്കെ കാണാൻ പറ്റും, അറ്റ്ലാന്റിക് സമുദ്രങ്ങൾ, ആർട്ടിക്. ഇത് കറൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, കോൾഡ് കറന്റ്, ശീതജല പ്രവാഹവും ഉണ്ട്, ഉഷ്ണ ജലപ്രവാഹവും ഉണ്ട്. അത് നമുക്ക് കാണാം. ഇനി എന്താണ് സ്പ്രിംഗ് ടൈഡ്? ഒരു ഫുൾ മൂൺ ഡേ, ഡ്യൂറിങ് ദ ഫുൾ മൂൺ ഡേ, നമ്മുടെ എന്ത് വരുന്നു, ഫുൾ മൂൺ വരുന്നു, നമ്മുടെ ചന്ദ്രൻ ഫുള്ളി വരുന്ന ദിവസം. അതുപോലെ തന്നെ ന്യൂ മൂൺ ഡേയ്സ്, സൺ, മൂൺ ആൻഡ് എർത്ത് ആർ ഇൻ ദി സെയിം ലൈൻ. അപ്പോ സണ്ണും മൂണും, ഇത് നോക്കിക്കോണേ, ഫിഗർ. ഓക്കെ, ഫിഗർ വന്നില്ല. ഓക്കെ, അപ്പോ നോക്കേ, എന്താണ് സ്പ്രിംഗ് ടൈഡ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സണ്ണ്, അതുപോലെ ഈ മൂണ്, പിന്നെ ഭൂമി, ഇതെല്ലാം തന്നെ ഒരൊറ്റ ലൈനിൽ വരുന്നു. ക്ലിയർ ആണോ? ഒരു സെയിം ലൈനിൽ വരുന്നു. സണ്ണ്, മൂണ്, എർത്ത് ഒരു ഫുൾ ലൈനിൽ വരികയാണ്. ഫുൾ മൂൺ ഡേയിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ആദ്യം മൂണ് ഫുൾ ആയിരിക്കും, പിന്നെ കുറച്ച് കുറയും, പിന്നെ കുറച്ച് കുറയും, പിന്നെ ഒരു വെറും ഇച്ചിരി മാത്രം വരും. അപ്പൊ ഈ ഫുൾ മൂൺ ഡേയില്, ന്യൂ മൂൺ ഡേ അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേയിലാണ് ഇത് സംഭവിക്കുന്നത്. സണ്ണ്, മൂണ്, എർത്ത് ഒരേപോലെ വരുന്നു. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സ്പ്രിംഗ് ടൈഡ്സ് ഉണ്ടാകുന്നത്. ഓക്കെ ആണ്. ഇനി ഇങ്ങനെ ഒരു 90 ഡിഗ്രി കണ്ടോ, സണ്ണും മൂണും കൂടെ ഭൂമിക്ക് ഒരു 90 ഡിഗ്രി വരികയാണ്. ഫസ്റ്റ്, അതായത് when the moon is in its first and last quarter, ഒന്നെങ്കിൽ തുടക്കത്തിലായിരിക്കും അല്ലെങ്കിൽ ലാസ്റ്റ് ക്വാർട്ടറിലായിരിക്കും ഈ മൂണ്. അന്നേരം ഓഷ്യൻ വാട്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്, ഈ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണമാണ്, ഭൂമിയിൽ നിന്ന് ഇങ്ങനെ വലിക്കുകയാണ് താഴോട്ട്. അത് കാരണമാണ് ഇങ്ങനെ ലോ ടൈഡ്സ് ഉണ്ടാകുന്നത്. ആദ്യം വേലിയേറ്റം, ഇനി വേലി ഇറക്കമാണ്. അന്നേരം ഈ ഒരു ഭൂമി ഗുരുത്വാകർഷണം കാരണം ഇതിനെ എന്ത് ചെയ്യും? താഴോട്ട് പിടിച്ചു വലിക്കും, ഭൂമിയുടെ ഗുരുത്വാകർഷണം. അപ്പൊ അങ്ങനെയാണ് ലോ ടൈഡ്സ് ഉണ്ടാകുന്നത്. ഇതിനെയാണ് നീപ്പ് ടൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലോ ടൈഡ്സും അതുപോലെ തന്നെ നമ്മൾ ഹൈ ടൈഡ്സും കണ്ടു. ഈ ടൈഡ്സ് ആദ്യം ഏറ്റവും മുകളിലേക്ക് പോകുന്നു, ഹയസ്റ്റിലേക്ക് പോവുകയാണ് ടൈഡ്. ഇതിനെയാണ് നമ്മൾ സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുന്നത്. ഇനി ടൈഡ് താഴോട്ട് വരുന്നു, ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണമാണ് ഇത് താഴോട്ട് പിടിച്ചു വലിക്കുന്നു. ഇതിനെ നീപ്പ് ടൈഡ് എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെയാണ് സ്പ്രിംഗ് ടൈഡ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ സണ്ണും മൂണും എർത്തും ഒരേ ലൈനിലായിരിക്കും. ഇവിടെ ഒരു 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ പോലെ ആയിരിക്കും സണ്ണ്, എർത്ത്, മൂണ് വരുന്നത്. ഇതാണ് നീപ്പ് ടൈഡ്. ക്ലിയർ ആണ്? ഇപ്പൊ പൗർണമി, നമ്മുടെ മൂണ് ഫുള്ള് വരുന്ന ദിവസമാണ് നമ്മൾ പൗർണമി, അമാവാസി എന്നൊക്കെ പറയുന്നത്. മൂണില്ലാത്ത ദിവസം സൂര്യൻ, ചന്ദ്രൻ, ഭൂമി ഒരേ രേഖ. ഇപ്പൊ വേലിയേറ്റങ്ങൾ ഉയർന്നതാകും. ഇതിനെയാണ് നമ്മൾ സ്പ്രിംഗ് മൂൺ അല്ലെങ്കിൽ വസന്തകാല വേലിയേറ്റം എന്ന് വിളിക്കുന്നത്. എന്നാൽ അവസാനം ചന്ദ്രനാകുമ്പോൾ സൂര്യൻ, ചന്ദ്രൻ ഗുരുത്വാകർഷണ ബലത്താൽ എന്ത് ചെയ്യുന്നു? ഒരു എതിർ ദിശയിൽ ഡയഗണലായി വരുന്നു. ഇവിടെ സൺ നിൽക്കും, ഇവിടെ ഭൂമി നിൽക്കും, ഇവിടെ നമ്മുടെ മൂൺ നിൽക്കും. ഒരു ഡയഗണലായി വരുന്നു, ഒരു 90 ഡിഗ്രി, ഒരു പെർപെൻഡിക്കുലർ രീതിയിൽ വരുന്നു. അപ്പോഴാണ് ചെറിയ വേലിയേറ്റം ഉണ്ടാകുന്നത്. ഇതിനെയാണ് നമ്മൾ നീപ്പ് വേലിയേറ്റങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ വേലിയേറ്റങ്ങൾ ഏതൊക്കെയാണ് എന്ന് ക്ലിയർ ആയോ? നീപ്പ് വേലിയേറ്റം എന്താണ്, അതുപോലെ തന്നെ സ്പ്രിംഗ് വേലിയേറ്റം എന്താണ് എന്ന് പിടികിട്ടിയോ? ക്ലിയർ ആണോ? വസന്ത വേലിയേറ്റം, മറ്റേത് നീപ്പ് വേലിയേറ്റം എന്ന് പറയുന്നു. വേലിയേറ്റവും വേലിയിറക്കവും. ക്ലിയർ ആണ്? ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോ സുനാമി വന്നു. സുനാമി എന്ന് പറയുന്നത് വലിയൊരു വേവ് ആണ് എന്ന് നമ്മൾ പഠിച്ചു. ഈ സുനാമിയെ അളക്കുന്നത് റിച്ചർ സ്കെയിലാണ്. ഏത് സ്കെയിലാണ് ഇത് മനസ്സിലാക്കുന്നത്? എത്ര സുനാമി ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ നമ്മൾ ഒരു തുണി തന്നു കഴിഞ്ഞാൽ നമുക്ക് നീളം നോക്കാൻ ഓരോ യൂണിറ്റുകൾ നമുക്ക് നീളം നോക്കിക്കൂടെ? നമ്മുടെ ഭാരം അറിയാൻ നമുക്കൊരു വെയിറ്റ് ഗേജ് മെഷീൻ ഉണ്ട്, അതിനകത്ത് നമുക്ക് വെയിറ്റ് അറിയാം. അതുപോലെ ഇവിടെ എന്തുമാത്രം സുനാമി ഉണ്ടായി എന്നറിയാൻ നമുക്കൊരു മെഷീൻ ഉണ്ട്. അതിന്റെ പേരാണ്, ഒരു സ്കെയിലാണ് നമ്മൾ ഇത് നോക്കുന്നത്. റിച്ചർ സ്കെയിൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ചൂടുണ്ടോ എന്ന് നോക്കുന്നത് തെർമോമീറ്ററിലല്ലേ. പ്രഷർ ഉണ്ടോ എന്ന് നോക്കാൻ ഉപകരണമുണ്ട്. ആർദ്രത നോക്കാൻ ഹൈഗ്രോമീറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നിനും ഓരോ ഉപകരണമുണ്ട്. അതുപോലെ നമ്മുടെ സുനാമി എന്തുമാത്രം ഇവിടെ ബാധിച്ചു എന്നറിയാൻ നമുക്കൊരു ഉപകരണമുണ്ട്. അതിനെ നോക്കുന്നത് റിച്ചർ സ്കെയിലാണ്. അപ്പൊ റിച്ചർ സ്കെയിലില് ഫ്രീക്വൻസിയും റിച്ചർ മാഗ്നിറ്റ്യൂഡും വെച്ചിട്ടാണ് നോക്കുന്നത്. ഇപ്പൊ 9 നമ്മുടെ സുമാത്രയില്. ആ ഒരു 9 റിച്ചർ സ്കെയിലൂടെ വന്നിട്ടുള്ള സുനാമിയാണ്. വളരെ അപകടം പിടിച്ചതാണ് ഈ 9 എന്നൊക്കെ പറയുമ്പോൾ. 1 എന്നൊക്കെ പറഞ്ഞാൽ ചെറുതാണ്, 2 ചെറുതാണ്. പക്ഷെ 9, 8, 7 എന്താണ്? 8, 9 വളരെ അപകടമാണ്. ഒരുപാട് മരണങ്ങളൊക്കെ കാരണമാകും. ഇപ്പൊ ഇത് നിങ്ങൾക്ക് പഠിക്കണ്ടേ, ഞാൻ പിന്നെ ചുമ്മാ വെച്ചെന്നേ ഉള്ളൂ.
അതായത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതാണ് 1 എന്ന് പറയുന്ന വാല്യൂ. 2ഉം വലിയ പ്രശ്നമില്ല 3 വരെ, അല്ലെ? ഇതും ഒന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ വളരെ പ്രശ്നം കൂടിയതാണ് 9 9ൽ കൂടുതലും വരുന്നത്. 9 9ൽ കൂടുതലും വരുന്നത് ഭയങ്കര പ്രശ്നമാണ്. ക്ലിയർ ആണ്? ഓക്കെ ആണ്. ഇതാണ് റിച്ചർ സ്കെയിൽ. ഇനി നമ്മൾ ഓഷ്യൻ കറന്റ്സ് ആണ് കാണുന്നത്. ഓഷ്യൻ കറന്റ്സ് എന്ന് പറയുന്നത് ഒരു വാട്ടർ സ്ട്രീം ആണ്. ഇത് ഓഷ്യന്റെ സർഫസിലൂടെ ഇങ്ങനെ ഡിഫറെന്റ് ഡയറക്ഷൻസിൽ ഇങ്ങനെ പോകും. ഇത് നമ്മുടെ ഓഷ്യൻ ആണെങ്കിൽ ഇതിന്റെ സർഫസിലൂടെ ഇങ്ങനെ പല ഡയറക്ഷൻസിൽ പോകുന്ന ഒരു വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോവുകയാണ് പല ഡയറക്ഷൻസിലേക്ക്. ശീതജല പ്രവാഹം, ഉഷ്ണജല പ്രവാഹം എന്നൊക്കെ പറയുന്നു. അത് വലിയ കൊടുങ്കാറ്റുകൾക്കൊക്കെ കാരണമാകുന്നു. ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ് ഇതിനൊക്കെ കാരണമാകും. നിങ്ങൾ ഇനി പഠിക്കും ചിനൂക്ക് എന്ന് പറയുന്ന കാറ്റ്, ഹർമാറ്റൻ എന്ന കാറ്റ്, ഇങ്ങനെ പലതരം കാറ്റുകളെ കുറിച്ചൊക്കെ പറയും. അപ്പൊ ആ കാറ്റുകൾക്കൊക്കെ കാരണമായി മാറുന്നത് ഇത്തരം ശീതജല പ്രവാഹം, ഉഷ്ണജല പ്രവാഹം ഒക്കെയാണ്. നമ്മുടെ ഓരോ മഹാസമുദ്രങ്ങളിലും ഇങ്ങനത്തെ പ്രവാഹങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ലെഗുൽഹാസ് എന്നൊക്കെ പറയുന്ന പ്രവാഹങ്ങളുണ്ട്, ഗൾഫ് സ്ട്രീം, ഇതൊക്കെ ഓരോ പ്രവാഹങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വലിയ ക്ലാസ്സുകളിൽ ഈ ഓരോ സമുദ്രത്തിന്റെയും ഈ സ്ട്രീമുകളെല്ലാം തന്നെ പഠിക്കേണ്ടി വരും. അപ്പൊ ഓഷ്യൻ കറന്റ്സും 2 എണ്ണം ഉണ്ട്. ഒന്ന് വാം, ഒന്ന് കോൾഡ്. അപ്പൊ ലാബ്രഡോർ ഓഷ്യൻ കറന്റ് അതൊരു എക്സാമ്പിൾ ആണ്. കോൾഡ് കറന്റിന് എക്സാമ്പിൾ ആണ് ലാബ്രഡോർ ഓഷ്യൻ കറന്റ്. ഞാൻ ഗൾഫ് സ്ട്രീം പറഞ്ഞില്ലേ, ഗൾഫ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര ചൂടുള്ള ഒരു സ്ഥലമായിട്ട് തോന്നാറില്ലേ? ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത് ഒരു വാം കറന്റ് ആണ്, ചൂടുള്ളതാണ് ഗൾഫ് സ്ട്രീം. ലെഗുൽഹാസ് ഉണ്ട്, ലാബ്രഡോർ ഉണ്ട്. ഇപ്പൊ ലാബ്രഡോർ ഒരു ശീതജല പ്രവാഹമാണ്, എന്നാൽ ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത് ഒരു ഉഷ്ണജല പ്രവാഹമാണ്. ഇപ്പൊ നിങ്ങൾ ഈ ഫിഗർ നോക്കാമെങ്കിൽ നീല കളറിൽ കാണുന്നതൊക്കെ ഈ ഫിഗർ നിങ്ങൾക്ക് കാണാതിരിക്കും, കോൾഡ് കറന്റ് ആണ്. അതായത് ശീതജല പ്രവാഹം അല്ലെങ്കിൽ തണുത്തതാണ്. വാം കറന്റ് ഇത് ചൂട് കാരണം ഉണ്ടാകുന്നതാണ്. ഉഷ്ണജല പ്രവാഹം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെയാണ്. അപ്പൊ ഉഷ്ണജലവും ഉണ്ടാകുന്നുണ്ട്, ശീതജലവും എല്ലായിടവും ഉണ്ടാകുന്നുണ്ട്. ആ കാലാവസ്ഥ ചേഞ്ച് ഒക്കെ സംഭവിച്ച് ഇത് സംഭവിക്കുന്നതാണ്. ഈ ഒരു സമുദ്രത്തിന്റെ സർഫസിലൂടെയാണ് ഡിഫറെന്റ് ഡയറക്ഷൻസിൽ ഇങ്ങനെ കിടന്ന് കറങ്ങി അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാകുന്നത്. കൊടുങ്കാറ്റുകളൊക്കെ പോലെയാണ് സംഭവിക്കുന്നത്. അപ്പൊ റിച്ചർ സ്കെയിലിനെ കുറിച്ചും കറന്റ്സിനെ കുറിച്ചും നമ്മൾ കണ്ടു. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, കണ്ടിന്യൂസ് മൂവ്മെന്റ് ഓഫ് വാട്ടർ ഓൺ എബോവ് ആൻഡ് ബിലോ സർഫസ് ഓഫ് എർത്ത് ഈസ് കോൾഡ്. കണ്ടിന്യൂസ് ആയിട്ട് വാട്ടറിന്റെ ഈ ഒരു മൂവ്മെന്റ് നമ്മുടെ സർഫസിലും അതുപോലെ തന്നെ എബോവ് ആൻഡ് ബിലോ സർഫസ് ഓഫ് ദ എർത്തിനെ എന്ത് വിളിക്കുന്നു? ഇതിനെയാണ് നമ്മൾ വാട്ടർ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ സർഫസിലും അതുപോലെ മുകളിലും, അല്ലെ? തിരിച്ചു താഴോട്ട്, മുകളിലോട്ട് താഴോട്ട്, മുകളിലോട്ട് താഴോട്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എന്ത് വിളിക്കുന്നു ഇതിനെ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പറഞ്ഞേ. വാട്ടർ സൈക്കിൾ എന്ന് വിളിക്കുന്നു. വാട്ടർ സൈക്കിൾ എന്ന് വിളിക്കുന്നു. എല്ലാവർക്കും പിടികിട്ടിയോ? എന്താണ് വാട്ടർ സൈക്കിൾ എന്ന് പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? വാട്ടർ സൈക്കിൾ എന്താന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? വാട്ടർ സൈക്കിൾ എന്താന്ന് എല്ലാവർക്കും പിടികിട്ടിയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ വാട്ടർ സൈക്കിള്? അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ ഒന്ന് പറയാം. എല്ലാരും ശ്രദ്ധിക്കണേ, നമ്മുടെ ക്ലാസ് കഴിഞ്ഞില്ല. നമുക്ക് വാട്ടർ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പൊ ക്ലാസ് നിർത്താം. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം. ക്ലിയർ ആകുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ഈ കാണുന്നതാണ് വാട്ടർ സൈക്കിൾ. എല്ലാരും കാണുന്നുണ്ടോ? അതായത് നമ്മുടെ ഒരു റിവർ, ഈ റിവറിന് ചൂട് കാരണം മേളിലോട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് വെള്ളം പോയി. അത് കഴിഞ്ഞ് വെള്ളം തണുത്ത് മഴയായി പെയ്യുന്നതിനാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഈ മഴ പെയ്യുന്നതിനെ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. തണുത്തുറഞ്ഞ് താഴോട്ട് വരികയാണ്. ഇത് പല സ്ഥലങ്ങളിൽ തട്ടി ഇവിടെ തന്നെ തിരിച്ചെത്തും, അല്ലെ? അപ്പൊ ഇതിങ്ങനെ സർക്കിൾ പോലെ, ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് നടക്കുന്നു. ഇതിനെയാണ് നമ്മൾ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസ് വാട്ടർ പൊല്യൂഷൻ? വാട്ടർ പൊല്യൂഷന് കാരണം എന്താണ് വാട്ടർ പൊല്യൂഷന് കാരണം? എല്ലാവർക്കും എല്ലാം കിട്ടിയില്ലേ? നമ്മുടെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെയാണ്. വാട്ടർ കറൻസിന് കാരണം എന്താണ്? നമ്മളുടെ വാട്ടർ പൊല്യൂഷന് കാരണം എന്താണ്? ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ്, അല്ലെ? റെയിൻഫാൾ ആണോ? അല്ല. ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ് പ്രധാനപ്പെട്ട ഒരു കാരണം. ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, വ്യവസായശാലകളിലെ അവശിഷ്ടങ്ങളൊക്കെ വെള്ളത്തിലോട്ട് കൊണ്ടുപോയി തള്ളുന്നു. മനുഷ്യനാണ് ഈ വേസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, വെള്ളത്തെ പൊല്യൂഷൻ ആക്കുന്നു. നമ്മുടെ പല നദികളും ഇപ്പൊ കറുത്ത് കരിക്കട്ട പോലെ കിടക്കാണ്, അല്ലെ? ശുദ്ധമായ കണ്ണീർത്തുള്ളി പോലെ കിടന്നിരുന്ന വെള്ളമൊക്കെ ഇപ്പോ കരിക്കട്ട പോലെ കിടക്കുകയാണ്. ഫുൾ വേസ്റ്റുകൾ അങ്ങോട്ടാണ് എല്ലാവരും ഒഴുക്കി വിടുന്നത്.
ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ വാട്ടർ എസെൻഷ്യൽ ആണ് എന്ന് പറഞ്ഞു. അതുപോലെ എന്താണ് ഫ്രഷ് വാട്ടർ, എന്താണ് അതുപോലെ സലൈൻ വാട്ടർ എന്താണ്, അക്വാട്ടിക് ലൈഫിന് എന്ത് വേണം, എത്രമാത്രം വെള്ളമുണ്ട്, എത്രമാത്രം കരയുണ്ട്, ടെറേറിയം എന്താണ് എന്ന് പറഞ്ഞു. അതുപോലെ ഫ്രഷ് വാട്ടറിന്റെ സോഴ്സ്, ഓഷ്യൻ വാട്ടറിൽ സാൾട്ട് ഉണ്ട്, NaCl, സോഡിയം ക്ലോറൈഡ്, വാട്ടർ സൈക്കിളിനെ കുറിച്ച് പറഞ്ഞു. സലൈനിറ്റി എന്താണെന്ന് പറഞ്ഞു. പിന്നെ വാട്ടർ എന്തൊക്കെയാണ്, എന്തുമാത്രം എവിടുന്നൊക്കെയാണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഡെഡ് സീയെ കുറിച്ച് പറഞ്ഞു. മാർച്ച് 22 പ്രത്യേകത കണ്ടു. പിന്നെ വാട്ടറിന്റെ മൂവ്മെന്റ്സ് ആണ് കണ്ടത്, വേവ്, ടൈഡ്, കറന്റ്സ്. വേവ് തന്നെ 2 എണ്ണം ഉണ്ട്. സുനാമിയെ കുറിച്ച് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ടൈഡ്സ് 2 എണ്ണം, നീപ് ടൈഡ്, സ്പ്രിംഗ് ടൈഡിനെ കുറിച്ച് പറഞ്ഞു. ഓഷ്യൻ കറന്റ്സ്, അതും വാം കോൾഡ് കറന്റ്സുകളും ഉണ്ട്. അപ്പോൾ റിച്ചർ സ്കെയിലിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തു. നീപ് ടൈഡ്, സ്പ്രിംഗ് ടൈഡ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഓക്കെ ആണ്. ഇനി വാട്ടർ സൈക്കിളിന്റെ ക്വസ്റ്റ്യൻ. അതുപോലെ വാട്ടർ പൊല്യൂഷൻ എന്താണ്? വെള്ളത്തെ മലിനമാക്കുന്നതിനെയാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പല വേസ്റ്റുകളൊക്കെ അങ്ങോട്ട് ഒഴുക്കുന്നു, വീട്ടിലെ വേസ്റ്റുകൾ ഒഴുക്കുന്നു, വ്യവസായശാലകളിലെ അഴുക്കുകൾ ഒഴുക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ വെള്ളത്തിനെ നശിപ്പിക്കുന്നു. ഇതിനെയാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ, വാട്ടത്തെ മലിനീകരിക്കുന്നു എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി എന്താണ് പ്രസിപ്പിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ വെള്ളം വേപ്പർ ചെയ്ത് മേളിലോട്ട് പോയി അവിടുന്ന് തിരിച്ച് കണ്ടൻസ് ചെയ്ത് ക്ലൗഡ്സിൽ വഴി എന്ത് ചെയ്യുന്നു, നമ്മുടെ ഭൂമിയിൽ തന്നെ തിരിച്ച് മഴയായിട്ടോ അല്ലെങ്കിൽ മഞ്ഞായിട്ട്, മഴ തന്നെ വേണമെന്നില്ല, മഞ്ഞായിട്ടോ ഫോഗായിട്ടോ ഒക്കെ താഴോട്ട് വരാം. ഇതിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. വാട്ടർ സൈക്കിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇനി വേവ്സിനെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ വേവ്സ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ കാറ്റ് കാരണം, എർത്ത് ക്വേക്ക്, വോൾക്കാനിക് ഇറപ്ഷൻസ്, ലാൻഡ് സ്ലൈഡ്, ഇതൊക്കെ കാരണം വേവ്സ് ഉണ്ടാകുന്നു. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. എല്ലാവർക്കും പിടികിട്ടി? എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. മനസ്സിലായ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു.